നമ്മുടെ ലാലേട്ടനുണ്ടല്ലോ ഇന്ന് നമ്മുടെ അനു അതേപോലെ അനീഷേട്ടൻ വിഷയത്തിൽ ആ പ്രണയത്തെക്കുറിച്ചുള്ള ആ ഒരു കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ഇടപെട്ടത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഡീൽ ചെയ്തത്, മറ്റുള്ളവരോട് ചോദിച്ചത് എങ്ങനെയാണ്, അതേപോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും നമുക്ക് കേട്ടാലോ. ആദ്യം തന്നെ അക്ബറിൻ്റെ അടുത്തായിരുന്നു ചോദിച്ചത്. അക്ബർ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നല്ലോ പ്രണയത്തെക്കുറിച്ചൊക്കെ, എന്ത് പറ്റി? അപ്പം അക്ബർ പറയുന്നുണ്ട്, ആ ലാലേട്ടാ ഞാൻ ഷെറിനെ ഓർത്ത് പോയി എന്നുള്ളൊരു രീതിയിലൊക്കെ പറയണം. അപ്പം ലാലേട്ടൻ പറയണേ, ശരിയാ, പ്രണയം അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ നമ്മൾ അതിലേക്കങ്ങ് കടക്കുമല്ലേ, എന്തോ ഒരു പ്രണയം മണം ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പോൾ ആദ്യം അവിടുന്ന് ഉണ്ട് ലാലേട്ടാ എന്ന് പറയുന്നു. അപ്പം നമ്മുടെ അക്ബർ പറയാണ്, എനിക്ക് കിട്ടുന്നുണ്ട് ലാലേട്ടാ, അനീഷേട്ടൻ്റെ അടുത്തുനിന്ന് തുടങ്ങി അനുമോള് വഴി യൂ ടേൺ എടുത്ത് പോകുന്നൊരു പ്രണയമാണ്. അപ്പം നമ്മുടെ ലാലേട്ടൻ അനീഷേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെയാണോ അനീഷ്? അപ്പം അനീഷേട്ടൻ ചിരിക്കുകയാണ്. അപ്പം അക്ബർ പറയണം, എടാ ചിരിക്കല്ലേടാ കള്ള എന്ന് പറഞ്ഞ് അക്ബർ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ പറയണം, നമുക്കൊരു പ്രണയരംഗം കണ്ടിട്ട് വരാമെന്ന്. എന്നിട്ട് നമ്മുടെ അനുമോളുടെയും അനീഷേട്ടൻ്റെ ആ പ്രപ്പോസൽ സീന് ലാലേട്ടൻ മനോഹരമായിട്ട് അവിടെ എടുത്ത് അവതരിപ്പിച്ചു. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സാബുമാൻ ഇങ്ങനെ കണ്ണു മിഴിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുകയാണേ, എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. ലാലേട്ടൻ അതിനുശേഷം നമ്മുടെ നെവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. നെവിൻ പറയാണ്, ലാലേട്ടാ ഇന്ന് വരെ ഇല്ലാത്തൊരു മാറ്റം അനീഷേട്ടനുണ്ടായിരുന്നു. സാധാരണ ഞാൻ അനീഷേട്ടൻ്റെ കട്ടിലയിലൊക്കെ പോയി ഇരിക്കുമോ, അവിടെ കാണാൻ പോവുകയോ ചെയ്ത് ഞാൻ ഓടിക്കുന്ന ആളാണ്. ഇപ്പം ഈയിടെ കൊണ്ട് ഒരു കുഴപ്പമില്ല, ചെന്നിരുന്നാലും അവിടെ ഇരുന്നു നെവിൻ ഇരുന്ന് ഒരു കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ അനുമോളോടൊരു പ്രത്യേക ചായ്വൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ നോട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അക്ബർ പറയാണ്, ലാലേട്ടാ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവരുടെ ആ ഒരു രംഗങ്ങളൊക്കെ കാഴ്ചയ്ക്ക് നല്ല കുളിർമയുള്ളതാണ്. അനീഷേട്ടൻ്റെ ക്യാരക്ടറൊക്കെ ഒരുപാട് മാറിപ്പോയി. ഒരു പെൺകുട്ടി ഹൃദയത്തിലോട്ട് കയറി വരുമ്പോൾ ഉള്ള ആ ഒരു ഭാവവ്യത്യാസം ഉണ്ടല്ലോ, ഒരു ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്തിലേക്കാണ് നമ്മുടെ അനീഷേട്ടൻ കയറി ഇരുന്നതെന്ന് തോന്നുന്നു. ഇവരെ കാണുമ്പോൾ ഇണക്കുരുവികളെ പോലെ തോന്നുന്നു എന്നൊക്കെയാണ് അക്ബർ പറയുന്നത്. അപ്പോൾ നമ്മുടെ സാബുമാൻ പറയുന്നത്, ലാലേട്ടാ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്, പക്ഷേ ഇവിടെ വരെ എത്തിയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ ആദിലോട് ചോദിക്കുകയാണ്, ആദിലോ എന്താണ് ആദിലയുടെ അഭിപ്രായം? എന്ത് ലാലേട്ടാ ഇതൊക്കെ തന്നെയല്ലേ വിശേഷം. നൂറയും അതുപോലെ തന്നെയാണ് പറയുന്നത്, ലാലേട്ടാ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യമൊന്നുമല്ല, ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ്, എനിക്ക് ഇവരോട് പറയണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വഴി ഇതങ്ങോട്ട് സ്പ്രെഡ് ആവണ്ടെന്ന് ഓർത്തിട്ട് ഇവർ തന്നെ പറയട്ടെ എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഇതിൻ്റെ അഭിപ്രായം നമ്മുടെ അനീഷേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അനീഷേട്ടൻ വ്യക്തമാക്കി പറഞ്ഞു, എനിക്കിഷ്ടം തോന്നി, ഞാൻ അത് തുറന്നു പറഞ്ഞു. അത് മാത്രമേ അനീഷേട്ടൻ പറഞ്ഞുള്ളൂ. അതിനുശേഷം ലാലേട്ടൻ നമ്മുടെ അനീഷേട്ടൻ ഒരു ഉപദേശം കൊടുക്കുകയാണ് കേട്ടോ. അനീഷ്, അനുമോൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാതെ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നത് കണ്ടല്ലോ, അങ്ങനെയൊന്നും ചെയ്യരുത് ആരോടും. കാരണം ഒരു പെൺകുട്ടിയല്ലേ, അവരോടൊരാളൊരു ഇഷ്ടം പറയുന്ന സമയത്ത് അവർക്ക് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് അത് കാണിക്കണ്ടേ? അത് കാണിക്കാതിരുന്നാൽ ശരിയാവത്തില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. അവർക്കൊരു സ്പേസ് കൊടുക്കണം കേട്ടോ എന്നൊക്കെ അനീഷേട്ടൻ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്.